ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം ചെയ്യുന്ന ഏറ്റവും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതാവാനാണ് സാധ്യത. സാധാരണ ക്യാമറ ഓൺ ചെയ്ത് നേരെ റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും മനസ്സിലൊരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. ആക്ച്വലി ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ഇതൊരു ഹെഡ്ഫോണാണ്, സെനൈസറിൻ്റെ. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് ഹെഡ്ഫോൺസ് ഉണ്ട്. അതിൽ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് യൂട്യൂബ് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് സോർട്ട് ചെയ്ത് വരില്ലേ, അങ്ങനെ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന, പക്ഷേ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ, പൈസയൊക്കെ ആവട്ടെ എന്ന് കരുതി വിചാരിച്ചിരുന്നൊരു ഹെഡ്ഫോണാണ്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ടാണ് കിട്ടിയത്. ആൻഡ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷേ ഇതെനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നാണ്, സർപ്രൈസായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് അത് നല്ല വിലയുള്ളൊരു ഹെഡ്ഫോണാണ്. പക്ഷേ വിലയുള്ളൊരു ഹെഡ്ഫോൺ എന്നുള്ളതിനും അപ്പുറത്ത് ഇത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചായിരുന്നു. ഞാൻ ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന കൂട്ടുകാരനോട് പറഞ്ഞത്, ബ്രോ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ്. ഷസാം ബ്രദർ, നീ എന്നെ കുറേ സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ നല്ലൊരു സുഹൃത്തായിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും നല്ലൊരു സുഹൃത്തായിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തരാൻ മാത്രം ഞാൻ എന്താണ് ഈ സൗഹൃദത്തിൽ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയായിരുന്നു ഈ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല എന്ന്. അതെന്താണെന്നുള്ളതാണ് എനിക്ക് വിശദമായിട്ട് പറയണമെന്ന് തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ സിമിലറായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, ആ ട്രാക്ക് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോ. സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ഇന്ന് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് റിപ്ലൈ ആണ് കൊടുക്കുക? താങ്ക്സ് പറയോ? താങ്ക്സ് പറയുന്ന എത്ര പേരുണ്ടാവും? ഇപ്പം എന്നോടാണ് ഒരാൾ വന്നിട്ട് എടാ നിന്നെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒന്ന് പോയടർക്ക് അവിടെ നിന്ന് എന്നാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ എന്തോ പാടാണ്. അതല്ലെങ്കിൽ ഇനി അവൻ കളിയാക്കുകയാണോ എന്നുള്ള സംശയമാണ്. ചിലപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ആൺകുട്ടികളുടെ അടുത്തൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു നിന്നിട്ട് നിങ്ങൾ റൊമ്പ അഴകാ ഇരിക്കെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ഇവൻ എന്തോ ഒരു ചമ്മിയ ഭാവമൊക്കെയാണ് ഉണ്ടാവുക. നമ്മളെ ഒരാൾ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ചമ്മിയ ഭാവം കാണിക്കുന്നത്? ആക്ച്വലി അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മളവിടെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങളെപ്പോഴെങ്കിലും ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾ ബില്ല് കൊടുക്കുന്ന കാണുമ്പോൾ വേണ്ട ഞാൻ കൊടുക്കാം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുന്ന പോലെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും ഒരു കസേരയിൽ അല്ലെങ്കിൽ ഒരു സോഫയിൽ ചുമ്മാ ചാരി കിടക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒരു പണിയും ചെയ്യുന്നില്ല, നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ? ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പാടുണ്ടോ എന്നെപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം കിടക്കുമ്പോൾ ആരും തല്ലാൻ വരുന്ന പോലെ ഞെട്ടിപ്പോയിട്ടുണ്ടോ? ഞാനങ്ങനെ ഞെട്ടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാനങ്ങനെ വെറുതെ ഇരിക്കുക, റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക. സന്തോഷം എന്ന് പറയുന്നൊരു വികാരമുണ്ട്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ വെറുതെ ഇരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇതെവിടെ സംഭവിക്കുന്നതെന്നറിയോ? നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ലോകം മുഴുവൻ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ആൾക്കാരെയും നമ്മൾ അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഈ നമ്മൾ വളരുന്ന സൊസൈറ്റിയുടെ കുറേ ചിന്തകളുണ്ടാകും. ഈ ചിന്തകൾക്കനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നല്ലോണം മാർക്ക് വാങ്ങിക്കുന്ന ആൾ മിടുക്കനാണ്. മാർക്ക് അത്രയും കിട്ടിയില്ലെങ്കിൽ എന്തോ മിടുക്കിൻ്റെ ഒരു കുറവുണ്ട്. ഇനി അയാൾക്ക് മാർക്കില്ലെങ്കിൽ എന്താ, അയാൾ സ്പോർട്സിൽ ഒരു സംസ്ഥാന തലമോ അല്ലെങ്കിൽ ദേശീയ തലമോ ഒക്കെ പോയി കഴിഞ്ഞാൽ മിടുക്കനാവും. പക്ഷേ അത് പറ്റിയില്ലെങ്കിൽ അയാൾ അത്ര മിടുക്കനല്ല. ആർട്സിൽ ഒരുപാട് കഴിവുള്ളൊരു കുട്ടിയാണ്, ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. പക്ഷേ അതില്ലാത്തൊരാൾ, അയാളെ നമ്മൾ മിടുക്കൻ എന്ന് എന്തിൻ്റെ ബേസിലാണ് വിളിക്കുക? ഞാൻ പറയുന്നത് ആ കോംപ്ലിമെൻറ്റിനെ കുറിച്ചാണ്, അല്ലാതെ അയാൾ മിടുക്കനാണോ അല്ലയോ എന്നുള്ളതല്ല. ഈ സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് സെയിം ആണ് അല്ലേ? അത് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ആളുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റത്തിൽ അത് ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറയുന്ന എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്കിൻ കളറുണ്ട്, ഞാൻ കറുത്തിട്ടാണ് എന്നുള്ളതും, അതുപോലെ തന്നെ കറുമ്പൻ എന്നുള്ള പേര്, അതേപോലെ എൻ്റെ അമ്മ എപ്പോഴും മുടി പറ്റ വെട്ടിക്കുക ചെയ്യുക. അപ്പോൾ എന്നെ ജപ്പാൻ തലേന്നാണ് ക്ലാസ്സിലെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. കാര്യം നേരെ പോയി നമ്മൾ പറ്റ വെട്ടി മുടി ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും. ഞാൻ നല്ല ബ്ലാക്കാണ്, നമ്മൾ ചിരിക്കുമ്പോൾ പല്ല് മാത്രം കാണാം എന്ന് പറയുന്ന ഒരു കമൻറ്റ്. ഈവൻ എൻ്റെ ചുണ്ടിൻ്റെ കളർ ഇപ്പോഴും വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് വരാറുള്ളതാണ്, നിങ്ങൾ വലിക്കാറുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അപ്പൂപ്പൻ്റെ ബീഡി എപ്പോഴോ കട്ട് ചെയ്ത് എന്താണ് പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചു നോക്കിയിട്ട് ചുമച്ച് കുരച്ചൊരു പരിവായതല്ലാതെ ഞാൻ വലിച്ചിട്ടില്ല. യാതൊരു തരത്തിലുള്ള
സബ്സ്റ്റൻസ് പരിപാടികളും ഇല്ല. അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അതായത് എൻ്റെ പ്രസവം ഇങ്ങനെ എടുത്തിട്ട് ഡോക്ടർ പോലും ചോദിച്ചു അത്രേ, ഇവൻ വയറ്റിൽ കിടന്നേ വലിയായിരുന്നല്ലോ എന്ന്. കാരണം എൻ്റെ ചുണ്ട് അത്ര കറുത്തിട്ടായിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരാൾ ചുണ്ട് വരെ കറുത്തത്. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ്ലി അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഇൻവിസിബിൾ ആവുന്ന പോലെ ആയിപ്പോൾ. ഈ ഒരു സ്കിൻ ടെക്സ്ചറൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ ആയിരിക്കും. അതിൻ്റെ കൂടെ ഈ പറയുന്ന സോ കോൾഡ് കഴിവുകളൊക്കെ ഉണ്ടല്ലോ, നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ആട്ടവും പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഓടിയിടുന്ന സ്പോർട്സും പരിപാടിയൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ നെഞ്ചോടടുപ്പിച്ച് ചേർത്ത് പിടിക്കും. മിടുക്കിയായിട്ടോ എന്നൊക്കെ പറഞ്ഞ് തോളത്ത് കൈയിട്ടിട്ടൊക്കെ സംസാരിക്കും. അത് അനുഭവിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ഒരാളാണ്. ഒരു 8ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ 7 പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്ക് സാമ്പത്തികമായി നമ്മളിനി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കുടുംബത്തൊരാൾ പഠിച്ച് നല്ല ജോലി നേടണം എന്ന് പറയുന്നൊരു ബോധ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വാശിക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞാൻ ക്ലാസ്സിൽ ബിലോ ആവറേജ് ആയിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ സ്കൂളിൽ വന്ന് ഈ പറയുന്ന പ്രോഗ്രസ് കാർഡ് ഒപ്പിടണം എന്നുള്ളതാണ്. കാരണം പുള്ളി വന്ന് ഒപ്പിട്ടിട്ട് വീട്ടിൽ പോകും. വീട്ടിൽ ചെന്ന് അമ്മ മാർക്ക് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി വിടും. പക്ഷേ അമ്മയാണ് വരുന്നെങ്കിൽ അന്നത്തെ വൈകുന്നേരം നരകമാണ്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് മാർക്ക് വാങ്ങാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അമ്മ പറയാറുണ്ട്. ഒരുപാട് തല്ലും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും എൻ്റെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന, ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ വാലിഡേറ്റ് ചെയ്യപ്പെടാത്ത ഇമോഷൻസ് ഉള്ള, നീഡ്സ് ഉള്ള ഒരാൾ വളർന്ന് ഒരു സമയമൊക്കെ എത്തുമ്പോൾ എന്തിൻ്റെയെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ അംഗീകരിക്കപ്പെടാൻ തുടങ്ങും. ഞാൻ ഈ പറയുന്ന 8ാം ക്ലാസ്സിന് ശേഷം ഞാൻ നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി. ഒരു പക്ഷേ മാർക്ക് വാങ്ങിയില്ലായിരുന്നെങ്കിലും എന്നെ അംഗീകരിക്കുമായിരുന്നു എന്ന് തോന്നുന്ന വളരെ കുറച്ച് ടീച്ചേഴ്സുണ്ട്. വളരെ വിരലിലെണ്ണാവുന്ന ടീച്ചേഴ്സുണ്ട്. അതിലൊരാൾ ക്ലെയർ സിസ്റ്ററാണ്. ഞാൻ തമാശയ്ക്കാണെങ്കിൽ എപ്പോഴും പറയുന്നതാണ്, അടുത്തൊരു ജന്മത്തിൽ ക്ലെയർ സിസ്റ്റർ എൻ്റെ അമ്മയും എൻ്റെ അമ്മ എൻ്റെ അച്ഛനുമായിട്ട് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിരിക്കും. കാരണം അമ്മ ഭയങ്കര കാര്യപ്രാപ്തിയുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. ക്ലെയർ സിസ്റ്റർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പകർന്നു തന്നിട്ടുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. അത് അവർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഈ ഗുരുപൂജ ചെയ്യൽ എന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും വലിയ ഭക്തി അവരോട് കാണിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള ഈ പറയുന്ന ഒരു സോ കോൾഡ് കഴിവുകളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ തന്നെ നമ്മളെ അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ച് നമ്മളെ ഫോഴ്സ് ചെയ്തൊരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബാക്കിയുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ അംഗീകാരം വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം എൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ എൻ്റെ നീഡ്സ് ഇതൊന്നും ഇവിടെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും ഇവിടെ ഒരു ഘടകമേ ആയിരുന്നില്ല. പക്ഷേ ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഞാനൊരു കാര്യം ചെയ്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് മിമിക്രി എന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് സ്കിറ്റൊക്കെ ഉണ്ടല്ലോ, ഈ മിമിക്രിക്കാർ ചെയ്യുന്ന സ്കിറ്റ്, അതിൻ്റെ കാസറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒപ്പം അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല കോമഡി എനിക്ക് മനസ്സിലാവും. അതായത് കുറേ സ്കിറ്റുകൾ ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ സ്റ്റേജിൽ, അതായത് +2 പഠിക്കുന്ന പിള്ളേർ അവരുടെ പേരൻസൊക്കെ വന്നിരിക്കുന്ന ഒരു പരിപാടിയിൽ ഈ സ്കിറ്റ് കളിച്ച് കഴിഞ്ഞാൽ അതിന് നല്ല കൈയ്യടി കിട്ടും. അങ്ങനെ അത് പിക്ക് ചെയ്യാനും അറിയാം. മാത്രമല്ല അത്യാവശ്യം ഇളകി അഭിനയിക്കുന്നൊരു പരിപാടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അതും ഈ പറയുന്ന പഴയ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. ഗംഭീരമായിട്ട് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, അവരിൽ പലരും പിന്നെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. കാസറ്റുകളിലാണ് അവരെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു സ്കൂൾ ആനിവേഴ്സറി വരുന്ന സമയത്ത് ഈ സ്കിറ്റിന് നല്ല കൈയ്യടി കിട്ടും. അത് പിക്ക് ചെയ്തുകൊണ്ട് വരുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവിടെ എനിക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്. കാരണം ഐ എം ഡൂയിങ് സംതിങ്, ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ സ്നേഹമോ അംഗീകാരമോ വരുന്നില്ല. ഞാനത് ചെയ്താൽ എനിക്കിത് കിട്ടുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന ഞാൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് എനിക്ക് സ്നേഹം കിട്ടുന്നത്. എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്താൽ മാത്രമാണ് എനിക്ക് അംഗീകാരം കിട്ടുന്നത്. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലാണ് അയാൾ എന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടി ഇൻഡയറക്റ്റ്ലി നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നൊരു പോയിന്റിലേക്കാണ്. അത്ര വിദഗ്ധമായി അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനുള്ളൊരു ക്വാളിഫിക്കേഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത്രയും ടേംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ അനുഭവങ്ങളെയാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. അങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രം അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, നമ്മളെ പരിഗണിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക ബാക്കിയുള്ളവരെയായിരിക്കും. കാര്യം
മനുഷ്യന് ഏറ്റവും ആഗ്രഹം എന്താണോ, നമ്മളെ കുറേ ആൾക്കാർ സ്നേഹിക്കുക അല്ലേ. സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ നീഡാണ് മനുഷ്യൻ്റെ. സ്നേഹിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ തോന്നുക എന്നുള്ളത്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാനുള്ളൊരു വേർത്ത് എനിക്കില്ല എന്ന് പറയുന്നൊരു തോന്നൽ, അത് വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്നേഹവും കരുതലും ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ, നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കാര്യങ്ങൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതങ്ങ് നടത്തി കൊടുക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും. നമ്മളെന്തോ ചെയ്തു എന്നൊരു തോന്നൽ വരും. അതായത് സ്നേഹിക്കപ്പെടാൻ അർഹമായ എന്തോ ഒന്ന് ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നും. ഞാനിത് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവരൊരു താങ്ക്സ് പറയും. അവർ ചിലപ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. അവരെ നമ്മളൊരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരുടെ കൂടെ നിന്നു, അതിൻ്റെ സ്നേഹം അവർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവർ ചിലപ്പോൾ നമ്മളൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുമായിരിക്കും. അവരത്രേ വിചാരിക്കുന്നുണ്ടാവുള്ളൂ. അത് നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, ബന്ധുക്കളായിരിക്കും, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമുക്കിത് അറിയില്ല. കാര്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഇമോഷൻ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഷസാം എനിക്ക് ഹെഡ്ഫോൺ തന്നു, ഒരു 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 ഫ്രണ്ട്ഷിപ്പ് എലമെൻ്റ് അതിനകത്തുണ്ട്. ഞാൻ പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കൂടുതലും ഹെഡ്ഫോൺസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തോന്നിക്കാണും, ഇയാൾക്കൊരു നല്ല ഹെഡ്ഫോൺ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാം എന്നുള്ളത്. ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞത് എനിക്ക് ചില സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വളരെ കാഷ്വലായിട്ടാണ് ഷസാം എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ ഇത് കൈപ്പറ്റാൻ ഞാൻ അവനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ആസ് എ ക്രിയേറ്റർ, ആസ് എ പേഴ്സൺ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഷസാം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഈ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് കോൺസ്റ്റൻ്റ്ലി എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ അംഗീകരിക്കപ്പെടണമെങ്കിൽ, സ്നേഹിക്കപ്പെടണമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഷസാമിന് ചെയ്തു കൊടുത്തിട്ടില്ല. ആസ് എ ഫ്രണ്ട്, ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഷസാമിന് ഉപകാരം ഉണ്ടാകുന്നൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നാൽ ഞാനിതെങ്ങനെ വാങ്ങിക്കുക? അത് വാങ്ങാനുള്ള അർഹത എനിക്കുണ്ടോ എന്നുള്ളതാണ് കാര്യം. കോൺസ്റ്റൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന സൊസൈറ്റിയിൽ നമ്മൾ നമ്മളെ കൂടി ഇവാലുവേറ്റ് ചെയ്യാനും നമ്മുടെ സെൽഫ് വർത്ത് വളരെ കുറവാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആരോ തല്ലാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് എന്തോ തെറ്റാണെന്നുള്ളത് പോലെ നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് എനിക്കതിന് അർഹതയില്ല എന്നുള്ളതാണ്. അതായത് റെസ്റ്റ് എടുക്കാനും എൻജോയ് ചെയ്യാനുള്ള അർഹത എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഞാൻ ചെയ്യണം, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന, ഇതൊക്കെ വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസാണ്. ഇതിൽ വേറെയും എലമെൻറ്റുകൾ പറയാനുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളുകൾ കമൻസോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും. ഒരു നല്ല ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ, അല്ലാതെ വേറെ രീതിയിലൊന്നും പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയത്ത് ഒരു മത്സരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വിട്ടുകൊടുത്താലേ എനിക്ക് അയാളുടെ അതായത് നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമായിരിക്കും. അപ്പോൾ അതിൽ ഞാനങ്ങ് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഞാനങ്ങ് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സൗഹൃദം കിട്ടുള്ളൂ എന്ന് തോന്നും. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവാൻ തുടങ്ങും. സെൽഫ് സാക്രിഫൈസ് വളരെയധികം കൂടും. നല്ലതാണ് ഒരു സൗഹൃദം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപോകാൻ, അവരുടെ ചില സന്തോഷങ്ങൾ കാണാൻ നമ്മൾ വിട്ടുകൊടുക്കുന്ന ഓക്കെയാണ്. പക്ഷേ വിട്ടുകൊടുത്താലേ അയാൾ എന്നെ സ്നേഹിക്കുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്ത വരും. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ല. അൺകണ്ടീഷണലായി സ്നേഹിക്കപ്പെടാനും അൺകണ്ടീഷണലായി അക്സെപ്റ്റഡ് ആവാനും നമുക്ക് അർഹതയില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആയിരുന്നു. അവിടെ നിന്നുള്ളൊരു തിരിച്ചുവരവിലേക്കാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അവിടെ ഒരുപാട് സെഷൻസിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. എന്നോട് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 5 പേരുടെ പേര് പറയൂ. ഞാൻ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു, പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്കെൻ്റെ വായിലപ്പോൾ വന്ന ഉത്തരം, അത് ഞാനല്ലേ. കാരണം ഞാനങ്ങനെ സ്നേഹിക്കപ്പെടേണ്ട ആളൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് എനിക്കാണ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നെപ്പോലെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ തന്നെ സ്നേഹം ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആളാണ് എന്ന് പറയുന്നൊരു ബോധ്യം നമുക്കില്ല. നമ്മൾ വാത്സല്യം സിനിമയിലെ വലിയേട്ടനെ വിമർശിക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു വാത്സല്യം വലിയേട്ടൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ മരിച്ചതിന് ശേഷം
എൻ്റെ അനിയനെയും അനിയത്തിമാരെയും ഒക്കെ നോക്കേണ്ടത്, അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ഘട്ടം വരെ അവർ സക്സസ് ആവുന്നത് വരെ അമ്മയെ നോക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കാണ് എന്ന് പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളരുന്നത്. ഇപ്പോൾ പോലും ഞങ്ങളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ, ഫാമിലി ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മുഴുവൻ പൈസയും ഞാൻ തന്നെ മുടക്കിയാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആക്ച്വലി എനിക്കറിയാം അത് ശരിയല്ല എന്നുള്ളത്. കാരണം എല്ലാവരും ഗ്രോണപ്പ് ആയിട്ടുള്ള ആളുകളാണ്, അവരെല്ലാവരും കേപ്പബിളുമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമാണ്. ഇത് ഞാനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാര്യം ഇത് പ്രൊവൈഡ് ചെയ്താൽ ഇവർ സ്നേഹിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു തോന്നലാണ് എൻ്റെ ഉള്ളിൽ. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഇതൊന്നും ഇല്ലാതെയും സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കുണ്ട്. ആസ് എ ഹ്യൂമൻ ബീയിങ് അവരെന്നെ അംഗീകരിക്കുന്നുണ്ട്. ആസ് എ ബ്രദർ, ആസ് എ സൺ, അവരെന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ സെൽഫ് എസ്റ്റീമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളൊരു വാത്സല്യം വലിയേട്ടനാവുന്നത്, അല്ലെങ്കിൽ എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു കൂട്ടുകാരനാവുന്നത്, എന്ത് ത്യാഗവും സഹിച്ച് സ്വയം നശിച്ച് ഇല്ലാതാവുന്നത്, ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? പക്ഷേ നമ്മൾ ചില സമയത്ത് എന്തും സഹിക്കുന്ന, എല്ലാ ത്യാഗവും ചെയ്യുന്ന അങ്ങനൊരു സുഹൃത്താവുന്നത്, അങ്ങനെ ആയാലേ ഇവരുടെ സ്നേഹം എനിക്ക് കിട്ടുള്ളൂ, അങ്ങനെ ആയാലേ ഞാൻ വേർത്താവുള്ളൂ സ്നേഹിക്കപ്പെടാൻ എന്ന് പറയുന്നൊരു തോന്നൽ എവിടെ വരുന്നുണ്ടാണ്. ബീയിങ് ആൻ എന്തും സഹിക്കും പാർട്ട്ണർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും അതൊക്കെ സഹിക്കാൻ തയ്യാറാവുന്ന ഒരു പാർട്ട്ണർ ആവുന്നത്, ഞാൻ അങ്ങനെ സഹിച്ചും പുറത്തും നിൽക്കുകയും എല്ലാം അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഇയാൾ എന്നെ സ്നേഹിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രമേ സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്ക് കൈവരുന്നുള്ളൂ എന്ന് പറയുന്ന തോന്നലുകൊണ്ടാണ്. നമ്മളിങ്ങനെ ഒരുക്കുന്നതിൽ നമ്മുടെ സ്കൂളും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ കൂട്ടുകാരും പിന്നെ നമ്മുടെ വർക്ക് സ്പേസ് പോലും വലിയൊരു കാരണമാകുന്നുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഓവർ ടൈം ഇരുന്ന് ജോലി ചെയ്താലേ നമ്മൾ നല്ല എംപ്ലോയി ആവുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് ബാക്കിയുള്ളവരേക്കാൾ കൂടുതൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ടയേർഡ് ആവുമ്പോഴാണ് നമ്മളൊരു നല്ല ജോലിക്കാരനാവുന്നുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാനുള്ളൊരു വർക്കർ ആവുന്നുള്ളൂ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫീൽ വരാൻ തുടങ്ങും. ഈ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് സംഭവത്തിലേക്ക് വരുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, എൻ്റെ നിറവും രൂപം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെയുണ്ട്. നമ്മളിതിൻ്റെ പേരിൽ കോൺസ്റ്റൻ്റ്ലി കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിഷ്ടം തോന്നുന്ന കുട്ടികളുണ്ട്, അവർക്കൊന്നും നമ്മളോട് ഇഷ്ടം തോന്നുന്നില്ല, റിജക്ഷൻസ് ഉണ്ടാവുന്നു. എന്നാൽ അതേസമയം ഈ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും നമ്മുടെ ഒന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ആൺകുട്ടികളൊരു സൈഡിലിരിക്കുന്നു, പെൺകുട്ടികളൊരു സൈഡിലിരിക്കുന്നു, തമ്മിൽ മിണ്ടിക്കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുത്തുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആകെയുള്ളൊരു റിലേഷൻഷിപ്പ് ഇതാണ്. ഈ റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആ ഒരു പെൺകുട്ടിയുടെ സൗഹൃദം, അത് പ്രണയം എന്നുള്ളതാണ് അന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടേം. ആ സൗഹൃദത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കതിന് താല്പര്യമില്ല. നോക്കുമ്പോൾ എന്താണ്, അന്നത്തെ ഒരു സൊസൈറ്റി നോംസൊക്കെ അനുസരിച്ച് സുന്ദരനായ സ്മാർട്ടായ എന്ന് പറയുന്ന ആൺകുട്ടിക്ക് ഈ പെൺകുട്ടികളുടെ സൗഹൃദമുണ്ട്, നമുക്കിതില്ല. അവിടെയും ഇൻഡയറക്റ്റ്ലി മനസ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലെങ്കിൽ, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ല പെർഫോമറായി മാറുക, ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമൊന്നും കിട്ടൂലെന്നേ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ. ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് എത്രയോ കാലം ചർച്ച ചെയ്തിട്ടുണ്ടെന്നറിയോ, നമുക്ക് എന്താണ് പെണ്ണ് കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞ് ഒരു 8ലും 10ലും +2 പഠിക്കുമ്പോൾ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്കഷനിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്തിട്ടാണ്. അവർക്കൊക്കെ സ്ത്രീ സൗഹൃദങ്ങളുണ്ട്, നമുക്ക് സ്ത്രീ സൗഹൃദമില്ല. അപ്പോൾ എന്താണെന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒബ്വിയസ്ലി നിറം വന്നിട്ടുണ്ട്, ഉയരം വന്നിട്ടുണ്ട്, കഴിവുകൾ വന്നിട്ടുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സെപ്പറേഷൻ, അതായത് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ആകെ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നതിനും അപ്പുറത്ത് സൗഹൃദങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്നും ഇങ്ങോട്ട് സംസാരിച്ചും വഴക്കുണ്ടാക്കിയും ഒക്കെ സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു രാത്രിയുണ്ട്. ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പരിചയപ്പെട്ട്. ഞങ്ങൾ സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഉണ്ണി യു ഡിസേർവ് ബെറ്റർ എന്ന്. ഞാൻ എൻ്റെ പേഴ്സണൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. യു ഡിസേർവ് ബെറ്റർ എന്നോട് പറയുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇവളെന്തിനാ അത് പറഞ്ഞ്. എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ മറ്റേ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, 4 പേര് അറിയുന്നുണ്ട്, RJ ആണ്, അന്ന് തരക്കേടില്ലാത്ത രീതിയിൽ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിംഗഭേദമില്ലാതെ, അല്ലെങ്കിൽ വലിയ കഴിവുകൾ, വലിയ പോപ്പുലർ ആർട്ടിസ്റ്റ് എന്നൊന്നും വ്യത്യാസമില്ലാതെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പം ഞാൻ അംഗീകരിക്കപ്പെടുന്ന ഒരാളല്ലേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, യു ഡിസേർവ് ബെറ്റർ. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഇന്ന് കിട്ടുന്നത് തന്നെ ആവശ്യത്തിൽ കൂടുതലാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് VA എപ്പോഴും പറയാറുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു തിയേറ്ററിലൊക്കെ ചെന്നിട്ട് ഒരാൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നു, ഒരു സിനിമാക്കാരൻ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് വളരെ എന്ന് വെച്ചാൽ ഒരു നമ്മളോടൊരു ഭവ്യത കാണിക്കുക എന്ന് പറയില്ലേ, നിങ്ങളല്ലേ എന്ന് പറയുന്നതിന് പകരം ഉണ്ണിയല്ലേ, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഒരു വിനയമാണ്.
പക്ഷെ അങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇയാളെന്ന് ഇത്ര മിനിയൊക്കെ എൻ്റെ അടുത്തിരുന്നു, ഞാനൊരു ഉണ്ണിയല്ലേ. എൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസിൽ എന്നെ പുകഴ്ത്തുന്നത് പോലെ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പല അങ്ങനെ പുകഴ്ത്തുന്ന ആൾക്കാരോടും പുകഴ്ത്തി വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ള, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുള്ളതാണ്. അതിന് മാത്രമൊന്നും ഇല്ലെന്നേ, ഞാനൊരു ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുന്നത്. ഞാനൊരു വലിയ കാലഘട്ടം വരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇതെൻ്റെ വിനയം കൊണ്ടാണെന്നാണ്. എന്നോട് പറയും, അങ്ങനെ അവർ വന്ന് പറയുന്നത് നീ അതിന് മാത്രമൊക്കെ ഉണ്ട്, നീ അത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു റെസ്പെക്റ്റ് നീ അർഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് എടുക്കാൻ പാടാം. ഐ ഡോണ്ട് ഡിസേർവ് ദിസ്. ഞാൻ ഇനി ഒരുപാട് പണിയെടുത്താലേ ഞാനത് ഡിസേർവ് ചെയ്യുന്ന ഒരാളായി മാറുള്ളൂ എന്ന് പറയുന്നൊരു തോന്നലുള്ളിൽ കിടക്കുകയാണ്. ഈ തോന്നൽ ഇസ് വെരി ഡേഞ്ചറസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിനയമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു ബ്രോ, ഡോണ്ട് ടേക്ക് ഇറ്റ്. യു ഡിസേർവ് ബെറ്റർ. ഞാൻ എന്നോട് പറയാൻ ശ്രമിക്കുന്ന കാര്യമാണത്. ഐ ഡിസേർവ് ബെറ്റർ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഞാൻ അർഹിച്ചിരുന്നു. എൻ്റെ യൗവനത്തിലും കൗമാരത്തിലും എൻ്റെ ജോലി സ്ഥലത്തും ഒക്കെ ഐ ഡിസേർവ് ബെറ്റർ. അത് കിട്ടിയോ ഇല്ലയോ അതൊക്കെ സെക്കൻഡറി ആണ്. ഐ ഡിസേർവ് ബെറ്റർ. യു ഡിസേർവ് ബെറ്റർ. നമുക്കൊക്കെ അർഹതയുള്ളതാണ്. നിങ്ങൾ ഇന്ന് ജീവിക്കുന്നതിനേക്കാളും മികച്ച ജീവിതം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അൺകണ്ടീഷണലായി നിങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ അർഹതയുള്ളത് നിങ്ങളാണ്. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം വരെ. നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ നോക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്തു ജീവിതത്തിൽ നോക്കുമ്പോൾ, അപ്പുറത്തെ എൻ്റെ പ്രായമുള്ളവൻ അവനതൊക്കെ ചെയ്തു, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ലൈഫ് വേർത്തി അല്ല എന്ന് പറയുന്നൊരു ഫീൽ അവിടെ വരും. ആ കമ്പാരിസൺ പരിപാടി നിർത്തണം. ഞാനും ഒരു വലിയ കാലഘട്ടം വരെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ കമ്പാരിസൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആവണം. ഞാൻ ഇത്ര ആയാൽ പോരാ, ഞാൻ ഇത്രയും കൂടി വളരണം. കമ്പയർ ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ ഞാൻ ഇത്രയും കൂടി വളരണം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. എപ്പോഴും പെർഫെക്ഷൻ വരുത്താൻ വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കും. പെർഫെക്ഷൻ വരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും പിന്നത്തേക്ക് വെക്കും. ഇപ്പോൾ ഞാൻ ചില വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു കണ്ടൻറ്റ് വന്നിട്ടുണ്ടാകും, ഗംഭീരമായിട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ കുറച്ചും കൂടി ഇത് പെർഫെക്റ്റ് ആകണം. ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ശരിയായില്ലെങ്കിലോ കുറച്ചും കൂടി നന്നാവണം എന്ന് വെച്ച് ഡിലേ ആയി പോകുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഞാൻ പിന്നെ അതെൻ്റെ മടിയാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാതിരിക്കുന്ന എൻ്റെ മടിയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ആർക്ക് വേണമെങ്കിൽ അതിനെ മടിയായിട്ട് കാണാവുന്നതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നെ കമ്പയർ ചെയ്യുന്നത് എന്നെക്കാൾ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എന്നെക്കാൾ എത്രയോ എക്സ്പ്രസീവായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ, വ്യൂവേഴ്സിനെയൊക്കെ കാണുന്നത് അത്രയും ഹൈ ലെവലിലാണ്. കാരണം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ സബ്സ്ക്രൈബറായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പുച്ഛിച്ച് കമൻറ്റുകൾ വരാറുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്ന് എന്നോട് ഒരിക്കൽ വന്ന് പറഞ്ഞ ആളെ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരാൾ അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളീ പറയുമല്ലോ, നമ്മളെയൊക്കെ ആര് കാണാനാ അറിയാനാ എന്നൊക്കെ പോലെയുള്ള ഡയലോഗുകൾ പറയാറുണ്ട്. അങ്ങനെ നമ്മളെ പുച്ഛിച്ച് തരം താഴ്ത്തുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആ മോനത് എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയൊന്നും അല്ലടോ, ഞാൻ അത്രയൊന്നും ഇല്ലടോ എന്ന് പറയുന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. കാര്യം ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെ ഒരേക്ക് പോലെയൊന്നും ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പെർഫെക്റ്റ് ആവേണ്ട കാര്യമൊന്നും ഇല്ലടോ ഈ ലോകത്ത്, സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും. ഈ പറയുന്ന കമ്പാരിസണും പെർഫെക്ഷനിസവും ചെന്നെത്തുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷനാവും. ഈ ലോകത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷനാകുമ്പോൾ പിന്നെയും ഒരു കാര്യമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പറയില്ലേ, ഇങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ആവില്ലേ അത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് ചിന്തകൾ നമ്മളെ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നന്നായി ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ വരും. ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയാൻ കാര്യം, ഷസാം എനിക്ക് ഈ ഒരു ഹെഡ്ഫോൺ തന്നതാണ്. ഹെഡ്ഫോൺ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, എന്തോ വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറയുകയും ചെയ്തു, ബ്രോ അങ്ങനെ ഗിഫ്റ്റായിട്ടാണെങ്കിൽ എനിക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എൻ്റെ ഒന്നും ജീവിതത്തിൽ അതിന് മാത്രം ഗിഫ്റ്റുകളൊന്നും ആരും തന്നിട്ടില്ലല്ലോ. വളരെ കുറച്ച്. ഇപ്പം എൻ്റെ അനിയൻ്റെ വൈഫുണ്ട്, അവൾ തന്നെ കൈകൊണ്ടുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ അനിയത്തി ഇവരിങ്ങനെ മറ്റേ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വീട്ടിലിരുന്ന് കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സമയം ഫസ്റ്റ് ലോക്ക്ഡൗണൊക്കെ ഏകദേശം കറക്റ്റ് സമയത്തായതുകൊണ്ട് ഇവർ കൈകൊണ്ടുണ്ടാക്കിയ കുറച്ച് ഗിഫ്റ്റുകൾ എനിക്ക് തന്നു. അതെനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് മെനക്കെടുന്നത് എന്നുള്ളതാണ് ഞാൻ തിരിച്ച് ചോദിക്കുന്നത്.
അവർക്ക് അത് ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന ചോദ്യം അതാണ്, നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും മെനക്കിടുന്നത്? നമ്മൾ വേണമെങ്കിൽ ഒരു കേക്ക് മുറിക്കുക, അത്രയൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷേ അവരുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ നമ്മളത് പൊളിക്കും. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ആഘോഷിച്ച്, ഞാൻ ഡേറ്റൊക്കെ മറന്നു കേട്ടോ, മറവിയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം നമ്മളത് അടിപൊളിയാക്കും. പക്ഷേ എൻ്റെത് സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഹെഡ്ഫോൺ വന്നപ്പോഴും ഞാൻ ആലോചിച്ചതാണ്, ഞാൻ അത്രയും വേർത്താണ്, അല്ലെങ്കിൽ എന്നിലെ ഒരു സുഹൃത്ത് അത്രയും വേർത്താണോ എന്ന്. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാനുള്ളത്. സെൽഫ് ഡൗട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ മുൻ തെറ്റുകളൊക്കെ ആലോചിച്ച് സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും നമ്മൾ അങ്ങനെ ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് ഞാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന തെറാപ്പിയും ഒരുപാട് സെഷൻസൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങും, ജീവിതം കുറച്ചും കൂടി ക്ലിയർ ആവാൻ തുടങ്ങും, സന്തോഷമാവാൻ തുടങ്ങും. ഞാൻ അതുകൊണ്ട് പറയുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണണം. ഈ സൊസൈറ്റി പറയുന്നത് പോലെ സെൽഫ് എസ്റ്റീം കുറവുള്ളത്, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് വരുമ്പോൾ അതിനെയൊക്കെ വിനയം എന്ന് പറയുന്നൊരു ടാഗിൽ മാറ്റിയിട്ട് അതിനെ അങ്ങ് ഒതുക്കി വെക്കാൻ നോക്കരുത്. ചില കൺഫ്യൂഷൻസ് ഒരു പ്രൊഫഷണൽ ഉണ്ടെങ്കിലേ ശരിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പോട് കൂടി ലൈഫിൽ പല ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാൻ ശ്രമിക്കുന്ന ഒരു ഹീലിംഗ് സ്റ്റേജിൽ, അങ്ങനെ ഒരു സ്റ്റേജിൽ ഈ ഹെഡ്ഫോൺ വരുമ്പോഴാണ് ഷസാം ഇത് വളരെ സ്പെഷ്യലാവുന്നത്. യു ആർ ഹെൽപ്പിംഗ് മീ ടു ഹീൽ. ഞാൻ എൻ്റെ ഉള്ളിലുള്ള കുട്ടിക്കാലം മുതലെയുള്ള എത്രയോ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ഹെൽപ്പൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നീ എന്നെ ഓർപ്പിച്ചത്, ഞാൻ നിൻ്റെ ഒരു നല്ല സുഹൃത്താണ് എന്നുള്ളത്. നിനക്ക് ഞാൻ ഒന്നും തന്നിട്ടില്ലെങ്കിലും ഞാനൊരു നല്ല സുഹൃത്തായി പരിഗണിക്കപ്പെടാൻ കഴിയുന്ന ഒരാളാണ് എന്ന് പറയുന്നൊരു തിരിച്ചറിവ്, ദാറ്റ് ഈസ് സോ സ്പെഷ്യൽ മാൻ. അതാണ് ഞാൻ എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞത്, നിനക്കറിയില്ല നീ എന്താണ് ചെയ്തതെന്ന്. ആൻഡ് ഞാനിങ്ങനെ കുറേ റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാം. നമ്മൾ ഏറ്റവും കുറച്ച് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. നമ്മളെ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കമ്പാരിസൺസ് ഉണ്ടാകുമ്പോൾ, എന്നെക്കൊണ്ടൊന്നും കഴിയില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, അതൊക്കെ ഒരു ചെറിയ തോന്നലായിട്ട് കരുതാമെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് അത്തരം ചിന്തകൾ. പിന്നെ നമ്മൾ പാസ്റ്റിലൊക്കെ കുറേ മിസ്റ്റേക്ക് ചെയ്തു പോയിട്ടുണ്ടാവുന്നേ, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. മാപ്പ് കൊടുക്കുക. നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ചില സമയത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു, നമുക്ക് ഭയങ്കര സങ്കടം വന്നു, നമ്മൾ ഒറ്റയ്ക്കായ പോലെയൊക്കെ തോന്നുകയാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട്, എടാ എനിക്ക് നിന്നെ മനസ്സിലാവും, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസമില്ലേ? നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റൊരാൾ വന്ന് ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളുണ്ടോ നിങ്ങളുടെ കൂടെ? സ്വന്തം മനസ്സിനോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു 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 വളരെ ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിതിനെ അതിജീവിക്കും. ഐ ക്യാൻ ഡൂ ദിസ് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? ഈ ഷാറുഖ് ഖാൻ അല്ല, അമീർ ഖാൻ്റെ സിനിമയിൽ പറയില്ലേ, ഓൾ ഈസ് വെൽ എന്ന് പറയുന്നത് നമ്മളോടൊന്ന് പറയണം. ഓൾ ഈസ് വെൽ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഒക്കെ നല്ലതാണ്, നീ നല്ലൊരു മനുഷ്യനാണ്, നീ നല്ലൊരു സഹോദരനാണ്, നല്ലൊരു സുഹൃത്താണ്, നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നീ സ്നേഹം അർഹിക്കുന്ന ആളാണ്, കരുതൽ അർഹിക്കുന്ന ആളാണ്, നല്ല സൗഹൃദങ്ങൾ അർഹിക്കുന്ന ആളാണ്. അതാദ്യം ഞാൻ തന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്യണ്ടേ? നമ്മുടെ ഫാമിലിയും നമ്മൾ പഠിച്ച സ്കൂളും വളർന്ന ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളാദ്യം മരുന്ന് കൊടുക്കണം, നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കണം, എന്നിട്ട് നമ്മൾ റെഡി ആവണം. ഞാനങ്ങനെ റെഡി ആയിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ, ഞാൻ റെഡി ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ഹീലിംഗ് ജേർണിയിൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു എന്താ പറയുക, ഒരു മരുത്വമലയെന്ന് ഹനുമാൻ മരുന്ന് കൊണ്ടുവന്ന് തരുന്നു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഇടിച്ചു കുത്തി മനസ്സിലേക്ക് വന്നു. ഈ ഹെഡ്ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം ഇത് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞാനിത് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിട്ട്. പക്ഷേ എനിക്കിത് പൊട്ടിക്കാൻ തോന്നുന്നില്ലടോ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും എൻ്റെ തലയിൽ തന്നെ ഉണ്ടാവും, അത് വേറെ കാര്യം. ദിസ് ഈസ് എ റിമൈൻഡർ. അതുകൊണ്ടാണ് ഐ ഡിസേർവ് ടു ബി ഹാപ്പിയർ, ഐ ഡിസേർവ് ടു ബി ലവ്ഡ്, and my friend, you deserve better. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ. നമ്മുടെ ടെക് ചാനലുണ്ട്, അതിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഇതൊരു പോഡ്കാസ്റ്റ് ചാനലല്ലേ, അപ്പം ഇതെൻ്റെ ജേർണൽസിൻ്റെ കൂട്ടത്തിൽ വരണം എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇപ്പം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വയ്യ, കുറച്ച് കഴിയട്ടെ, ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ, എന്നിട്ട് പറ്റി ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഈ പറയുന്നതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ടാറ്റ.